ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. Hello everyone, welcome back to our English class. So today we will learn how to communicate in a hospital. In this video we will go over some common phrases and sentences used at a hospital. So ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസിനെ കുറിച്ചും അതുപോലെ സെൻറ്റൻസസിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമുക്ക് വയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാണ്? ആ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിലോട്ടാണ് അല്ലേ? അവിടെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ആരായിരിക്കും? ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആളുമായിട്ട് ഒരു പേഷ്യൻറ്റിനുണ്ടാവുന്ന കോൺവെർസേഷൻ എന്താണ്, അല്ലെങ്കിൽ അവരുമായിട്ടുണ്ടാകുന്ന ഒരു കോമൺ കോൺവെർസേഷൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. എനിക്ക് ഡോക്ടറെ കാണണം. അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എക്സ്ക്യൂസ് മീ എന്ന് വെച്ച് തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല, ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് പെട്ടെന്ന് ഒരു കോൺവെർസേഷൻ തുടങ്ങണം, ഒരു സംഭാഷണം തുടങ്ങേണ്ടി വരുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ്ക്യൂസ് മീ എന്ന് വെച്ച് തുടങ്ങാം. എന്ന് വെച്ചാൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ആരോടാണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ ശ്രദ്ധ നമ്മളിലോട്ട് വരും. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് എങ്ങനെയാണ് റിസപ്ഷനിസ്റ്റോട് തുടങ്ങേണ്ടത്? എക്സ്ക്യൂസ് മീ. എന്നിട്ട് പേഷ്യൻ്റ് പറയാണ്, എനിക്ക് ഡോക്ടറെ കാണണം. എക്സ്ക്യൂസ് മീ, ഐ നീഡ് ടു സീ എ ഡോക്ടർ. എക്സ്ക്യൂസ് മീ, ഐ നീഡ് ടു സീ എ ഡോക്ടർ. അപ്പോൾ നമ്മുടെ റിസപ്ഷനിസ്റ്റ് നമ്മുടെ അടുത്ത് എന്ത് ചോദിക്കും? എന്താണ് പ്രശ്നമെന്ന് ചോദിക്കും അല്ലേ? വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താണ് ചോദിക്കുക? വാട്ട് ഈസ് ദ പ്രോബ്ലം? വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താണ് പ്രശ്നം? ക്ലിയർ. അപ്പോൾ പേഷ്യൻ്റ് എന്ത് പറയും? പേഷ്യൻറ്റിന് ഈ അസുഖങ്ങളൊക്കെ ഉണ്ട്. പേഷ്യൻറ്റിൻ്റെ അസുഖം എന്താണോ ആ അസുഖം ആൾ പറയുമല്ലേ? സപ്പോസ് ഞാൻ പേഷ്യൻ്റാണ്, എനിക്ക് പനിയും തലവേദനയൊക്കെയാണുള്ളത്. അപ്പോൾ പേഷ്യൻറ്റിന് റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് പറയണം, എനിക്ക് പനിയും തലവേദനയും ഉണ്ട്. എങ്ങനെയാ പറയുക? പനിക്ക് നമ്മൾ ഫീവർ എന്ന് പറയും, തലവേദനയ്ക്ക് ഹെഡേക്ക് എന്ന് പറയും. ഓക്കെ, എനിക്ക് പനിയും തലവേദനയും ഉണ്ട്. ഐ ഹാവ് എ ഫീവർ ആൻഡ് ഹെഡേക്ക്. എങ്ങനെയാണ് പറയുക? ഐ ഹാവ് എ ഫീവർ ആൻഡ് ഹെഡേക്ക്. ഐ ഹാവ് എ ഫീവർ ആൻഡ് ഹെഡേക്ക്. സോ നമുക്ക് വേറെ അസുഖങ്ങളുണ്ടാവാം അല്ലേ? ഇപ്പോൾ എനിക്ക് വയറുവേദനയാണെന്ന് എങ്ങനെയാണ് പറയുക? വയറുവേദനയ്ക്ക് നമുക്ക് സ്റ്റൊമക് ഏക്ക് എന്ന് പറയും. അപ്പോൾ ഐ ഹാവ് എ സ്റ്റൊമക് ഏക്ക്. ഇനി ജലദോഷത്തിന് എന്താ പറയുക? കോൾഡ് എന്ന് പറയും. അപ്പോൾ എനിക്ക് ജലദോഷമുണ്ടെന്ന് എങ്ങനെയാണ് പറയുക? ഐ ഹാവ് എ കോൾഡ്. ക്ലിയർ. നമ്മൾ ചുമയ്ക്ക് കഫ് എന്ന് പറയും. എനിക്ക് ചുമ ഉണ്ടെന്ന് എങ്ങനെയാണ് പറയുക? ഐ ഹാവ് എ കഫ്. ക്ലിയർ ആണോ? സോ അപ്പോൾ നമ്മൾ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഹാവ് എ ഫീവർ ആൻഡ് ഹെഡേക്ക്. എനിക്ക് പനിയും തലവേദനയും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ റിസപ്ഷനിസ്റ്റ് എന്ത് പറയും? ശരി, നിങ്ങളുടെ ഡീറ്റെയിൽസും പേരും എല്ലാം തരാൻ വേണ്ടി നമ്മളോട് പറയല്ലേ? അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയാണ്, ശരി, ദയവായി നിങ്ങളുടെ പേരും വിവരങ്ങളും തരൂ. ദയവായി നിങ്ങളുടെ പേരും വിവരങ്ങളും തരൂ. റിസപ്ഷനിസ്റ്റ് പറയാണ്, ഓൾ റൈറ്റ്, പ്ലീസ് ഗീവ് യുവർ നെയിം ആൻഡ് ഡീറ്റെയിൽസ്. ഓൾ റൈറ്റ്, പ്ലീസ് ഗീവ് യുവർ നെയിം ആൻഡ് ഡീറ്റെയിൽസ്. ഇവിടെ ശരി എന്നുള്ളതിനെ നമ്മൾ ഓൾ റൈറ്റ് എന്നാണ് പറയുന്നത്. സപ്പോസ് ഒരാൾ പറയുന്നത് നമ്മൾ ഓക്കെ എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഓൾ റൈറ്റ് എന്ന് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരാൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ അതിനോട് പറയില്ലേ ഓക്കെ, അതിന് പകരം നമുക്ക് എന്ത് പറയാം? ഓൾ റൈറ്റ്. ക്ലിയർ. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയാണ്, ഓൾ റൈറ്റ്, പ്ലീസ് ഗീവ് യുവർ നെയിം ആൻഡ് ഡീറ്റെയിൽസ്. പ്ലീസ് ഗീവ് യുവർ നെയിം ആൻഡ് ഡീറ്റെയിൽസ്. പേരും വിവരങ്ങളൊക്കെ തരാൻ വേണ്ടി റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കും അല്ലേ, എത്ര നേരം കാത്തിരിക്കണം? അപ്പോൾ പേഷ്യൻ്റ് ചോദിക്കുകയാണ്, ഓക്കെ, ഇനി എത്ര നേരം കാത്തിരിക്കണം? ശരി, എത്ര നേരം കാത്തിരിക്കണം? ഓക്കെ, ഹൗ ലോങ് do I need to wait? How long do I need to wait? Okay, how long do I need to wait? ഇവിടെ how long എന്ന് നിങ്ങൾ കണ്ടോ? എത്ര നേരം എന്നുള്ളതിന് പറയുന്നതാണ് how long. എത്ര നേരം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? how long. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഓക്കെ, how long do I need to wait? എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണം? എത്ര നേരം ഞാൻ കാത്തിരിക്കണം? ഓക്കെ, അപ്പോൾ നമ്മുടെ റിസപ്ഷനിസ്റ്റ് പറയാണ്, ഒരു ഏകദേശം 15 മിനിറ്റ് നിങ്ങൾ കാത്തിരിക്കണം. ദയവായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് എന്ത് പറയും? ഏകദേശം 15 മിനിറ്റ്
ഏകദേശം 15 മിനിറ്റ് നിങ്ങൾ കാത്തിരിക്കണം, വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ എന്നാണ് പറയുന്നത്. ഏകദേശം 15 മിനിറ്റ് ദയവായി വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ. About 15 minutes. Please have a seat in the waiting area. About 15 minutes. Please have a seat in the waiting area. ഇവിടെ റിസപ്ഷനിസ്റ്റ് പറയാണ് ഏകദേശം 15 മിനിറ്റ്. ഏകദേശം 15 മിനിറ്റ് എന്ന് നമ്മളിങ്ങനെ പറയും about 15 minutes. ക്ലിയർ? ഇനി വേണമെങ്കിൽ അവിടെ ഇരിക്കൂ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? പ്ലീസ് സിറ്റ് ദർ എന്ന് പറയാം. കുറച്ചുകൂടെ ഫോർമലായിട്ട് നമുക്ക് എന്ത് പറയാം? കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലീസ് ഹാവ് എ സീറ്റ് ഇൻ ദ വെയിറ്റിംഗ് ഏരിയ. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.